എന്നാൽ പുതിയ നിയമം അതല്ല. ഈ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചത്, അതായത് ഒരു പാപിയായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കൽ കടന്നു ചെല്ലാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ സുവിശേഷം നമ്മൾ അറിയിക്കുമ്പോൾ എന്താ ഉദ്ദേശം? ഒരു പാപിയായിരിക്കുന്ന ഒരുവന് എവിടെ ചെല്ലാൻ പറ്റത്തില്ല? ദൈവസന്നിധിയിൽ എത്താൻ പാടില്ല. കാരണം എന്താ? എത്താൻ പാടില്ല, എത്താൻ പറ്റത്തില്ല. പാടില്ലെന്നുള്ളതല്ല, ദൈവം ആഗ്രഹിക്കുന്നു, പക്ഷെ അവന് ചെല്ലാൻ കഴിയത്തില്ല. കാരണം എന്താണ്? ദൈവം വെളിച്ചവും നമ്മൾ ഇരുട്ടുമോ? ദൈവം വിശുദ്ധനും നമ്മൾ പാപിയുമാണ്. തമ്മിൽ ഓപ്പോസിറ്റ്, രണ്ട് ധ്രുവമാണ്. എല്ലാത്തിനും സ്ത്രീയുടെ ഓപ്പോസിറ്റ് എന്തുവാ? പുരുഷൻ. പക്ഷെ അവർക്ക് ഒന്നാകാമല്ലോ. പക്ഷെ വിവാഹത്തിലേക്ക് വന്നാലേ ഒന്നാകാൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്ത്രീയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പുരുഷന്റെ ഓപ്പോസിറ്റ് സ്ത്രീയെ. ഇവർ രണ്ടും രണ്ടാണ്, രണ്ട് ധ്രുവമാണ്. പക്ഷെ ഇവർക്ക് വിവാഹം മൂലം ഒന്നായിട്ട് തീരാൻ പറ്റും. അവണ്ണം ദൈവവും മനുഷ്യനും തമ്മിൽ എന്താണ്? രണ്ടാം. ദൈവം വിശുദ്ധനും നമ്മൾ പാപിയുമാണ്. എന്നാൽ ഇവർക്ക്, ഈ ദൈവത്തിനും മനുഷ്യർക്കും കൂടെ ഒന്നിപ്പാൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് സുവിശേഷം. അതിനാണ് ഇവിടെ. അപ്പം മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാണ് ക്രിസ്തുവിന്റെ യാഗം.